പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു പ്രേക്ഷകൻ്റെ സംശയത്തിനുള്ള മറുപടി. ചോദ്യം ഇങ്ങനെയാണ്: പച്ച നിറത്തിലുള്ള സ്റ്റീൽ ബാർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് എന്ത് തരം മെറ്റീരിയലാണ്? പച്ച നിറത്തിലുള്ള സ്റ്റീൽ ബാർസ് ഒരു യാഥാർത്ഥ്യമാണ്. കൺസ്ട്രക്ഷൻ മേഖലയിൽ അവയ്ക്ക് ഗ്രീൻ റീഇൻഫോഴ്സ്മെൻ്റ് എന്നും എപ്പോക്സി കോട്ടഡ് റീബാർസ് എന്നും ഒക്കെയാണ് പറയാറുള്ളത്. പേരുകൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കളറുകൾ പച്ച നിറമാണ്. അതുപോലെ തന്നെ എപ്പോക്സി സ്റ്റീൽ ബാറുകളുടെ മേൽ കോട്ട് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ഈ എപ്പോക്സി റെസിൻ കോട്ടിങ്ങിൻ്റെ കളറാണ് വാസ്തവത്തിൽ ഈ കമ്പികൾക്കുള്ള പച്ച നിറം. ഒരുതരം പൗഡർ കോട്ടിങ്ങിലൂടെയാണ് ഈ എപ്പോക്സി കമ്പികളിൽ കോട്ട് ചെയ്യുന്നത്. എന്തിനാണ് എപ്പോക്സി കമ്പികളിൽ കോട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമുക്കറിയാം, ഇരുമ്പ് കമ്പികൾ തുറസായ സ്ഥലത്ത് ഇട്ടിരുന്നാൽ അത് വളരെ വേഗത്തിൽ തുരുമ്പ് പിടിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ തുരുമ്പ് പിടിക്കുക എന്ന പ്രതിഭാസം സംഭവിക്കുന്നത്? അത് അന്തരീക്ഷത്തിലെ ഓക്സിജനും ഈർപ്പവുമായി സംയോജിക്കുമ്പോഴാണ് അവിടെ തുരുമ്പുണ്ടാകുന്നത്. ഇവിടെ ഇരുമ്പ് അന്തരീക്ഷത്തിലുള്ള ഓക്സിജനും അതുപോലെ തന്നെ ഈർപ്പം അതല്ലെങ്കിൽ വെള്ളവുമായിട്ട് പ്രതിപ്രവർത്തിക്കുന്നു. അയൺ ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ അയണിൻ്റെ ഓക്സൈഡും ഈർപ്പവുമായി പ്രവർത്തിക്കുമ്പോൾ അയണിൻ്റെ ഹൈഡ്രോക്സൈഡും ഉണ്ടാകുന്നു. അയൺ ഓക്സൈഡ് Fe2O3 എന്ന് പറയുന്നത് അയൺ ഓക്സൈഡാണ്. അതുപോലെ തന്നെ ഈർപ്പവുമായി പ്രവർത്തിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അയണിൻ്റെ ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു. ഇതാണ് നമ്മൾ സാധാരണ കാണുന്ന തുരുമ്പ് എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് എല്ലാ കമ്പികളിലും എപ്പോക്സി കോട്ട് ചെയ്യുന്നില്ല? സാധാരണ നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് കമ്പികൾ ഉപയോഗിക്കുമ്പോൾ അത് കോൺക്രീറ്റിൻ്റെ ഉൾഭാഗത്തേക്ക് പോകുന്നു. കോൺക്രീറ്റിൻ്റെ ഉൾഭാഗത്തേക്ക് സാധാരണ നിലയിൽ പോകുമ്പോൾ അത് തുരുമ്പ് പിടിക്കാനുള്ള സാധ്യത കുറവാണ്. സാധാരണ നിലയിൽ ഉയർന്ന pH വാല്യൂ ഉണ്ടാകുമ്പോഴാണ് തുരുമ്പ് പിടിക്കാതിരിക്കുന്നത്. സിമെൻറ്റിൻ്റെ pH വാല്യൂ 11ഓളം വരും. അതുകൊണ്ട് തന്നെ സാധാരണ നിലയിൽ നമ്മൾ കോൺക്രീറ്റിൻ്റെ ഉള്ളിലേക്ക് കമ്പി കടത്തുമ്പോൾ അത് പിന്നീട് തുരുമ്പിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ഈ കോൺക്രീറ്റിനുള്ളിലേക്ക് വെള്ളം കയറി ചെല്ലാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ സാധാരണ കമ്പികളാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ആ കമ്പികൾ തുരുമ്പ് പിടിച്ച് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുമൂലം ആ ഒരു കൺസ്ട്രക്ഷൻ തകരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ എന്ത് ഉപയോഗിക്കുന്നത്? എപ്പോക്സി കോട്ടഡ് സ്റ്റീൽ ബാർസ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലെ കൂടുതൽ ഈർപ്പം തട്ടാനുള്ള സാധ്യത അതല്ലെങ്കിൽ വെള്ളം കയറാനുള്ള സാധ്യത ഉള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? എപ്പോക്സി കോട്ടഡ് സ്റ്റീൽ ബാർസ് ഉപയോഗിക്കുന്നത്. നമ്മൾ തുറമുഖങ്ങൾ പണിയുമ്പോഴും അതുപോലെ തന്നെ പാലങ്ങൾ കെട്ടുമ്പോഴും ഒക്കെ നമ്മൾ എപ്പോക്സി കോട്ടഡ് സ്റ്റീൽ ബാർസ് ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത്. pH വാല്യൂ 10 അതിൽ താഴെയോ ആകുന്ന സന്ദർഭങ്ങളിൽ ഈ സ്റ്റീൽ ബാർസ് എല്ലാം തുരുമ്പ് പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ എപ്പോക്സി കോട്ടഡ് സ്റ്റീൽ ബാർസ് ആണ് ഉപയോഗിക്കേണ്ടത് എന്ന് നിർദ്ദേശിക്കുന്നത്. നമുക്കറിയാം, വെള്ളത്തിൻ്റെ pH വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. pH വാല്യൂ താഴും തോറും അത് എന്തായിരിക്കും? അസിഡിക് ആയിരിക്കും. തുറമുഖങ്ങളും അതുപോലെ തന്നെ ബോട്ട് ജെട്ടികളൊക്കെ നിർമ്മിക്കുമ്പോൾ എപ്പോഴും നല്ലത് എപ്പോക്സി കോട്ടഡ് സ്റ്റീൽ ബാർസ് ഉപയോഗിക്കലായിരിക്കും. കാരണം അത് എപ്പോഴും വെള്ളവുമായി സമ്പർക്കമുള്ള പ്രദേശങ്ങളാണ്. അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് ബിൽഡിങ്ങുകൾ നമ്മൾ നിർമ്മിക്കുമ്പോഴും എപ്പോക്സി കോട്ടഡ് സ്റ്റീൽ ബാർസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഒരുതരം പൗഡർ കോട്ടിംഗ് രീതിയിലാണ് എപ്പോക്സി കോട്ടിംഗ് വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യാറുള്ളത്. ആദ്യമായിട്ട് സ്റ്റീൽ ബാറുകൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നു, വൃത്തിയാക്കുന്നു. അതിൻ്റെ സർഫസ് കൂടുതൽ റഫാക്കുന്ന ഒരു പ്രക്രിയ കൂടി അതിനിടയിൽ നടക്കുന്നു. അതിനുശേഷം അത് 220 തൊട്ട് 245 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ കൊടുത്തിട്ടാണ് അതിലേക്ക് ഈ പൗഡർ രൂപത്തിലുള്ള എപ്പോക്സി കോട്ടിംഗ് സ്ട്രീമിനകത്തേക്ക് ഈ കമ്പികൾ കടത്തിവിടുകയും അങ്ങനെ പച്ച നിറത്തിലുള്ള എപ്പോക്സി കോട്ടിംഗ് ചെയ്യുകയും ചെയ്യുന്നത്. അതിനുശേഷം വാട്ടർ സ്ട്രീമിലൂടെ കടത്തിവിട്ട് ക്യൂറിംഗ് നടത്തുകയും തുടർന്ന് അതിൻ്റെ കോട്ടിംഗ് എല്ലാ ഭാഗത്തുമുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്ന രൂപത്തിലുള്ള ഇൻസ്പെക്ഷൻ നടത്തുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് ഇവയെ പ്രത്യേക രൂപത്തിൽ പാക്ക് ചെയ്ത് കമ്പനിയിൽ നിന്ന് തന്നെ സൈറ്റുകളിലേക്ക് എത്തിക്കുന്നത്.
ചുരുക്കത്തിൽ ഇത്തരം കമ്പികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കൊറോഷൻ റെസിസ്റ്റൻസ് തന്നെയാണ്. അതായത് തുരുമ്പിനെ പ്രതിരോധിക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കമ്പികൾ ഉപയോഗിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തേക്കുക. താങ്ക്